ഹായ് ഫ്രണ്ട്സ്, PSC ലേണിംഗ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂലൈ 18 നടക്കാനിരിക്കുന്ന കമ്പനി ബോർഡ് LGS പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശീലന ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ PSC LGS ലെവലിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യപേപ്പർ ഡിസ്കഷൻ ആണ് ചെയ്യുന്നത്. 233/2023 എന്ന ചോദ്യപേപ്പർ കോഡാണ് ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്. PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചു പോകുന്നത്. 100 ചോദ്യങ്ങളും അവയോടനുബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ വസ്തുതകളും നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. മാത്സിൻ്റെ എല്ലാ ചോദ്യങ്ങളും തന്നെ ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തുന്ന എളുപ്പവിധവും കൂടിയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ. ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ. ഉത്തരം ഓപ്ഷൻ എ, ചേമേരി കുഞ്ഞിരാമൻ നായർ. ചേമേരി കുഞ്ഞിരാമൻ നായർ പ്രശസ്തനായ കഥകളി ആചാര്യനായിരുന്നു ഇദ്ദേഹം. 2017 പത്മശ്രീ നൽകി രാജ്യം ഇദ്ദേഹത്തെ ആദരിച്ചു. രണ്ടാമത്തെ ചോദ്യം: കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവ് ആര്? കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി, സർദാർ KM പണിക്കർ. പഴശ്ശിരാജയുടെ ജീവിതത്തെ ആസ്പദമാക്കി എഴുതിയ ചരിത്ര നോവലാണിത്. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. അടുത്തത് മൂന്നാമത്തെ ചോദ്യം: ചന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി, കെ ശിവൻ. ഓപ്ഷൻ ബി, കെ ശിവൻ. ഉത്തരം ഓപ്ഷൻ ബി, കെ ശിവനാണ് ചന്ദ്രയാൻ 2വിൻ്റെ വിക്ഷേപണ സമയത്തെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ISROയുടെ ചെയർമാൻ ആരായിരുന്നെന്നാണ് ചോദ്യം. ഉത്തരം കെ ശിവനാണ്. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച സമയം 2019 ഇദ്ദേഹമായിരുന്നു ചെയർമാൻ. നിലവിലെ ISRO ചെയർമാൻ സോമനാഥാണ്, S സോമനാഥ്. അടുത്തത് നാലാമത്തെ ചോദ്യം: ഇന്ത്യയിൽ സമൂഹശാസ്ത്രം എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ചത് ഏത് സർവകലാശാലയിലാണ്? ഇന്ത്യയിൽ സമൂഹശാസ്ത്രം എന്ന പഠനശാല ആദ്യമായി ആരംഭിച്ചത് ഏതു സർവകലാശാലയിലാണ്? ഉത്തരം ഓപ്ഷൻ സി, ബോംബെ യൂണിവേഴ്സിറ്റി. ഓപ്ഷൻ സി, ബോംബെ യൂണിവേഴ്സിറ്റി. 1919 സർ പാട്രിക് ഗൈഡ്സിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ സോഷ്യോളജി എന്ന ഒരു വിഭാഗം ആരംഭിച്ചത്. അഞ്ചാമത്തെ ചോദ്യം: വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, മസ്തൂർ കിസാൻ ശക്തി സംഘാടൻ. അരുണ റോയ് ആണ് ഈ സംഘടനയുടെ പ്രധാന നേതാവ്. വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 ആറാമത്തെ ചോദ്യം: നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, അരവിന്ദ് പനാഗരിയ. ഓപ്ഷൻ എ, അരവിന്ദ് പനാഗരിയ. നീതി ആയോഗിന്റെ അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും. 2015 ജനുവരി 1 നീതി ആയോഗ് സ്ഥാപിതമായത്. ഏഴാമത്തെ ചോദ്യം: ഇന്ത്യയിൽ ചരക്കു സേവന നികുതി നിലവിൽ വന്നത് എപ്പോഴാണ്? ഉത്തരം ഓപ്ഷൻ സി, 1 ജൂലൈ 2017. ജൂലൈ 1, 2017 ഇന്ത്യയിൽ GST നിലവിൽ വന്നതെന്ന് ഓർത്തിരിക്കുക. 101 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് GST നടപ്പിലാക്കിയത്. ആസാമാണ് GST ആദ്യമായി അംഗീകരിച്ച സംസ്ഥാനം. എട്ടാമത്തെ ചോദ്യം: 2019 ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അക്കിത്തം അച്യുതൻ നമ്പൂതിരി ജ്ഞാനപീഠം നേടുന്ന 6ാമത്തെ മലയാളി എഴുത്തുകാരനാണ് ഇദ്ദേഹം. 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ്. ഒൻപതാമത്തെ ചോദ്യം: ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണം നേടിയ കായിക താരം. ഉത്തരം ഓപ്ഷൻ ഡി, നീരജ് ചോപ്ര. നീരജ് ചോപ്ര ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് നീരജ് ചോപ്ര. പത്താമത്തെ ചോദ്യം:
സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് നികുതിയുടെ വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേര്. ഉത്തരം ഓപ്ഷൻ ബി ഉണർവ്. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേര്. ഉത്തരം ഓപ്ഷൻ ബി ഉണർവ്. കായിക വിനോദങ്ങളിലൂടെയും കലകളിലൂടെയും കുട്ടികളെ ലഹരിയിൽ നിന്ന് അകറ്റി നിർത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. 11ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ആദ്യത്തേത്, ഡെൽറ്റകൾ കാണപ്പെടുന്നു. ശരിയാണ്. അതുപോലെ തന്നെ സുന്ദര വനപ്രദേശം മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്. ഓപ്ഷൻ ബി 3ഉം 4ഉമാണ് ശരിയായ പ്രസ്താവനകൾ. പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിലുള്ള പടിഞ്ഞാറൻ തീരസമതലമാണിത്. ഇത് താരതമ്യേന വീതി കുറഞ്ഞതുകൂടിയാണെന്ന് ഓർത്തിരിക്കുക. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ 3ഉം 4ഉമാണ് തെറ്റായ പ്രസ്താവനകൾ. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് നമ്മൾ കറുപ്പിക്കേണ്ടത്. അടുത്തത് നോക്കാം. 12ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഓപ്ഷൻ ഡി മൗണ്ട് കെ2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നാണ് അറിയപ്പെടുന്നത്. ലോകത്തിലെ 2ാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണിത്. ഇത് കാരക്കോറം പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 13ാമത്തെ ചോദ്യം, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഗോദാവരി. ദക്ഷിണ ഗംഗയെന്നും വൃദ്ധഗംഗയെന്നും ഗോദാവരി അറിയപ്പെടുന്നു. 14ാമത്തെ ചോദ്യം, കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ഏത്? ഉത്തരം ഓപ്ഷൻ സി മുംബൈ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തുണിമില്ലുകൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മുംബൈയിലാണ്. അതുകൊണ്ട് തന്നെയാണ് കോട്ടണോപോളിസ് എന്ന് മുംബൈ നഗരത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. 15ാമത്തെ ചോദ്യം, കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത ഏത്? ഓപ്ഷൻ സി ദേശീയ ജലപാത 3. 16ാമത്തെ ചോദ്യം, താരാപൂർ ആണവോർജവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ആണവോർജവ നിലയമാണിത്. അമേരിക്കയുടെ സഹായത്തോടെയാണിത് സ്ഥാപിച്ചത്. 17ാമത്തെ ചോദ്യം, പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഏത്? ഉത്തരം ഓപ്ഷൻ സി കൽക്കരി. ഒരിക്കൽ ഉപയോഗിച്ചാൽ തീർന്നു പോകുന്ന ഊർജ സ്രോതസ്സുകളാണിവ. നോൺ റിന്യൂവബിൾ ഊർജ സ്രോതസ്സുകളാണെന്ന് ഓർത്തിരിക്കുക. പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവയും ഇതിൽപ്പെടും. സൗരോർജം, കാറ്റ് എന്നിവ പുതുക്കാവുന്ന, അതായത് വീണ്ടും റിന്യൂവബിൾ ആയിട്ടുള്ള ഊർജ സ്രോതസ്സുകളാണ്. 18ാമത്തെ ചോദ്യം, പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല? ഉത്തരം ഓപ്ഷൻ ബി ഇന്ത്യൻ അയൺ സ്റ്റീൽ കമ്പനി. 19ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം? ഉത്തരം ഓപ്ഷൻ സി ഡിഗ്ബോയി. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം ഡിഗ്ബോയി. അസാമിലെ ഡിഗ്ബോയിലാണ് 1889 ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണക്കിണർ ഖനനം ചെയ്തത്. ഏഷ്യയിലെ എണ്ണ നഗരം എന്നാണ് അറിയപ്പെടുന്നത്. 20ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം? ഉത്തരം ഓപ്ഷൻ ഡി ഉപദ്വീപീയ പീഠഭൂമി. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി ഉൾപ്പെടുന്ന ഈ പ്രദേശം ധാതു സമ്പന്നമാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയെ ഇന്ത്യയുടെ റൂർ എന്നാണ് വിളിക്കുന്നത്. 21ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം. ഇത് ഭരണഘടനയുടെ അനുച്ഛേദം 20 പ്രകാരം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നതാണ്. സമത്വത്തിനുള്ള അവകാശത്തിൽ അനുച്ഛേദം 14 മുതൽ 18 വരെയാണ് ഉൾപ്പെടുന്നത്. 22ാമത്തെ ചോദ്യം, ഭരണഘടനയുടെ ഏതു വിഭാഗത്തിലാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ഭാഗം 4A-യിലാണ്. 1976 42ാം ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 23ാമത്തെ ചോദ്യം, ഇന്ത്യൻ ദേശീയ പതാകയിൽ സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി വെള്ള. കുങ്കുമം ധീരതയെയും ത്യാഗത്തെയും, പച്ച ഫലപുഷ്ടിയെയും വളർച്ചയെയും സൂചിപ്പിക്കുന്നു. മധ്യത്തിലെ അശോക ചക്രം ധർമ്മത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അടുത്തത്,
24-ാമത്തെ ചോദ്യം 1950 ജനുവരി 24-ന് ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഏതു ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? ഉത്തരം ഓപ്ഷൻ എ ഹിന്ദി. ഓപ്ഷൻ എ ഹിന്ദി. രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളി ഭാഷയിലാണ് ജനഗണമന രചിച്ചത്. 1950 ജനുവരി 24-ന് ഭരണഘടനാ നിർമ്മാണ സഭ ഇതിനെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചു. അടുത്തത് 25-ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി വന്ദേ മാതരം. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമനയും ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരവുമാണ്. വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അദ്ദേഹത്തിന്റെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. അടുത്തത് 26-ാമത്തെ ചോദ്യം. ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം? ഉത്തരം ഓപ്ഷൻ സി 1993. 1993 ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത്. ഇതിന്റെ ആസ്ഥാനം ഡൽഹിയിലെ മാനവ് അധികാർ ഭവനാണ്. ഡൽഹിയിലെ മാനവ് അധികാർ ഭവൻ. അടുത്തത് 27-ാമത്തെ ചോദ്യം. PSC ഫൈനൽ ആൻസർ കീ പ്രകാരം ക്യാൻസൽ ചെയ്താണ്. 28-ാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതം ഇല്ല എന്നതാണ്. 1976-ലെ 42-ാം ഭേദഗതിയിലൂടെയാണ് മതേതരത്വം എന്ന വാക്ക് ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത്. 29-ാമത്തെ ചോദ്യം. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം? ഉത്തരം ഓപ്ഷൻ സി 1955. 1955-ലാണ് തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 പ്രകാരമാണ് അയിത്ത നിരോധനം നിരോധിച്ചത്. അതുപോലെ തന്നെ 1955-ലെ ഈ നിയമം 1976-ലെ സിവിൽ അവകാശ സംരക്ഷണ നിയമം എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. അടുത്ത ചോദ്യം 30-ാമത്തെ ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ 2023-ലെ ആൻസർ കീ പ്രകാരം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ അരുൺകുമാർ മിശ്രയാണ്. ഓപ്ഷൻ എ അരുൺകുമാർ മിശ്രയാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ, അതായത് 2023-ല് 8-ാമത്തെ ചെയർമാനായിട്ടായിരുന്നു അദ്ദേഹം അരുൺകുമാർ മിശ്ര ചുമതലയേറ്റത്. കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. ജസ്റ്റിസ് രംഗനാഥ മിശ്ര. എന്നാൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കറണ്ട് അഫെയർ പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ സുപ്രീം കോടതി മുൻ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ്. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ 2024 ഡിസംബർ 23-നാണ് ഇദ്ദേഹം ഈ പദവിയിൽ ചുമതലയേറ്റത്. ഓക്കെ ആണല്ലോ. അടുത്തത് 31-ാമത്തെ ചോദ്യം. ചോദ്യം ഇതാണ്. ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. 1. 1923-ൽ സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്തു. അതുപോലെ തന്നെ 1928-ൽ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ എന്ന സംഘടന രൂപീകരിച്ചു. ഇത് രണ്ടുമാണ് ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് 32-ാമത്തെ ചോദ്യം. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ പിന്തുണച്ചു. ഇതാണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ഓപ്ഷൻ ബി ആണ് കറുപ്പിക്കേണ്ടത്. 2 മാത്രം എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. മുസ്ലിം ലീഗ്
കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ഹിന്ദു മഹാസഭ അതുപോലെ തന്നെ ഇവയെല്ലാം തന്നെ ക്വിറ്റ് ഇന്ത്യ സമരത്തെ പിന്തുണച്ചിരുന്നില്ല. 1942 ഓഗസ്റ്റിലാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഈ സമരം ആരംഭിച്ചത്. 33-ാമത്തെ ചോദ്യം, മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. നയി താലീം എന്ന വിദ്യാഭ്യാസ പദ്ധതി ആസൂത്രണം ചെയ്തു. ഓപ്ഷൻ ഡി ആണ് കറുപ്പിക്കേണ്ടത്. 4-ാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റായിട്ട് തന്നിട്ടുള്ളത്. നയി താലീം എന്ന വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിച്ചത് മഹാത്മാഗാന്ധിയാണ്. അബ്ദുൽ കലാം ആസാദ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. 34-ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ, ഇതാണ് വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത്. 3-ാമത്തത് ഓപ്ഷൻ സി ആണ് കറുപ്പിക്കേണ്ടത്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സ്വാതന്ത്ര്യം ലഭിച്ചതോടെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണ പ്രദേശങ്ങൾ ഇല്ലാതെയായി. എന്നാൽ അഭയാർത്ഥി പ്രവാഹവും വർഗീയ ലഹളകൾ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്നിവ ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികളായിരുന്നു. 35-ാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശീയ വിദ്യാഭ്യാസത്തിന്റെയും കലയുടെയും വളർച്ചയ്ക്ക് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഈ പ്രസ്താവനയുമായി യോജിക്കാത്തവ കണ്ടെത്തുക. വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചു. ഇത് ഈ പ്രസ്താവനയുമായി യോജിക്കാത്തതാണ്. ഇത് മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ ബി ആണ് കറുപ്പിക്കേണ്ടത്. 2 മാത്രം എന്നതാണ് കറുപ്പിക്കേണ്ടത്. വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് 1784 ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിന് മുമ്പുള്ളതും ബ്രിട്ടീഷ് മുൻകൈയിൽ നടന്നതുമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒന്നാണ്. മറ്റ് 3 സ്ഥാപനങ്ങളും, അതായത് SNDT യൂണിവേഴ്സിറ്റി, വിശ്വഭാരതി, കേരള കലാമണ്ഡലം എന്നിവയെല്ലാം ഇന്ത്യൻ ദേശീയതയുടെ ഭാഗമായിട്ട് രൂപം കൊണ്ടവയാണ്. അടുത്തത് 36-ാമത്തെ ചോദ്യം, ശരിയായ ജോഡികൾ കണ്ടെത്തുക. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ ശരിയാണ്. അതുപോലെ തന്നെ കേസരി മറാത്ത ബാലഗംഗാധർ തിലക്, ഇത് രണ്ടുമാണ് ശരിയായ ജോഡികൾ. ഓപ്ഷൻ സി ആണ് കറുപ്പിക്കേണ്ടത്. 1ഉം 4ഉമാണ് ശരിയായ ജോഡികൾ. 37-ാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനങ്ങൾ ശരിയായ ജോഡി കണ്ടെത്തുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ദേശീയ പ്രസ്ഥാനങ്ങൾ ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ശരിയായ ജോഡികളായിട്ട് ഇവിടെ തന്നിട്ടുള്ളത് ഫോർവേഡ് ബ്ലാക്ക് സുഭാഷ് ചന്ദ്രബോസ് ശരിയാണ്. AITUC MN ജോഷി, ലാലാ ലജ്പത് റായ് ശരിയാണ്. ഓപ്ഷൻ ഡി 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഗദ്ദർ പാർട്ടി ലാലാ ഹർദയാലാണ്. അതുപോലെ തന്നെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് JP നാരായണനും അച്യുത് പട്വർദ്ധനുമാണ് ഇതിന് നേതൃത്വം നൽകിയത്. CR ദാസും മോത്തിലാൽ നെഹ്റുവും സ്വരാജ് പാർട്ടിക്കാണ് നേതൃത്വം നൽകിയത്. അതിന് സ്ഥാപകരാണ് അവർ രണ്ടുപേരും. അപ്പം 3ഉം 4ഉമാണ് ഇവിടെ തന്നിട്ടുള്ളതിൽ ശരിയായിട്ടുള്ളതെന്ന് ഓർത്തിരിക്കുക. 38-ാമത്തെ ചോദ്യം, ദാദാഭായി നവറോജിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തന്നിട്ടുള്ളതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന INCയുടെ ആദ്യ പ്രസിഡന്റ് എന്നതാണ്. ഓപ്ഷൻ ഡി 4 മാത്രമാണ് തെറ്റായ പ്രസ്താവന. INCയുടെ ആദ്യ പ്രസിഡന്റ് WC ബാനർജി ആയിരുന്നു. ദാദാഭായി നവറോജി 2ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു എന്നത് കൂടി ഓർത്തിരിക്കുക. 39-ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ വിദ്യാഭ്യാസ കമ്മീഷനുകളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. തന്നിട്ടുള്ളതിൽ 2ാമത്തെ പ്രസ്താവന ഒന്ന് ശ്രദ്ധിക്കുക. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ ശരിയാണ്. അതുപോലെ തന്നെ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ ശരിയാണ്.
ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് കറുപ്പിക്കേണ്ടത്. 2ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മുതലിയാർ കമ്മീഷൻ സെക്രട്ടറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പഠിക്കാനായിട്ട് നിയമിച്ചു. ഡോക്ടർ മുതലിയാർ ലക്ഷ്മണസ്വാമി മുതലിയാരായിരുന്നു ഇതിന്റെ അധ്യക്ഷൻ. കോത്താരി കമ്മീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1964 മുതൽ 66 വരെയുള്ള കാലഘട്ടമായിരുന്നു. 10+2+3 വിദ്യാഭ്യാസ രീതിയാണ് ശുപാർശ ചെയ്തത്. ഇനി തെറ്റായ പ്രസ്താവന ഏതായിരുന്നു? ഫോർവേഡ് ബ്ലോക്ക്. ശ്രദ്ധിക്കുക. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാണ്. രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 ഓർത്തിരിക്കുക. UGC രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ ശുപാർശ ചെയ്തത് രാധാകൃഷ്ണ കമ്മീഷനാണെന്ന് കൂടി ഓർത്തിരിക്കുക. അടുത്തത് 40ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. അരുണ ആസിഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സജീവ പ്രവർത്തക. ശരിയാണ്. അതുപോലെ തന്നെ മാഡം ഫിക്കാജി കാമ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തി. പണ്ഡിത രമാഭായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചു. തന്നിട്ടുള്ള 3 പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. എല്ലാം ശരിയാണ്. 41ാമത്തെ ചോദ്യം. താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയായത് കണ്ടെത്തുക. 1789 ടിപ്പു സുൽത്താൻ കേരളം ആക്രമിക്കുന്നു. ശരിയാണ്. 878 ശങ്കരാചാര്യർ ജനിച്ചു. ശരിയാണ്. 1341 വെള്ളപ്പൊക്കത്തെ തുടർന്ന് മുസിരീസ് തുറമുഖം അപ്രത്യക്ഷമാകുകയും കൊച്ചി തുറമുഖം രൂപം കൊള്ളുകയും ചെയ്തു. ശരിയാണ്. 1ഉം 2ഉം 3ഉം 4ഉം പ്രസ്താവനകളാണ് ശരി. 1ഉം 2ഉം 4ഉം ഓപ്ഷൻ സി ആണ് കറുപ്പിക്കേണ്ടത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, കൂനൻകുരിശ് സത്യം നടന്നത് 1653 ഓർത്തിരിക്കുക. തന്നിട്ടുള്ളത് 1553 തെറ്റാണ്. 1653 കൂനൻകുരിശ് സത്യാഗ്രഹം നടന്നതെന്നോ കൂടി ഓർത്തിരിക്കുക. അടുത്തത് 42ാമത്തെ ചോദ്യം. കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല തിരുവനന്തപുരമാണ്. തെറ്റായ പ്രസ്താവനയാണ്. ഓപ്ഷൻ ബി ആണ് കറുപ്പിക്കേണ്ടത്. രണ്ടാമത്തതാണ് തെറ്റായ പ്രസ്താവന. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്. 94 എണ്ണമാണ് മലപ്പുറം ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം 43ാമത്തെ ചോദ്യം. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 2 നോക്കിക്കേ. വേമ്പനാട്ടു കായലിലെ പുന്നമടയിലാണ് പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നത്. ശരിയാണ്. അതുപോലെ തന്നെ നീണ്ടകര അഴിമുഖം അഷ്ടമുടി കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നു. ഇത് രണ്ടുമാണ് ശരിയായ പ്രസ്താവനകൾ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ സി. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് വേമ്പനാട് കായലിന്റെ പുന്നമട കായലിലാണ്. അതുപോലെ തന്നെ അഷ്ടമുടി കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നതും നീണ്ടകര അഴിയാണെന്ന് ഓർത്തിരിക്കുക. വേമ്പനാട് കായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. കൊല്ലം മുതൽ വർക്കല വരെയല്ല. അതുകൊണ്ട് തന്നെ 1ാമത്തെ പ്രസ്താവന തെറ്റുമാണ്. 44ാമത്തെ ചോദ്യം. കേരളത്തിലെ നദികളിൽ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. അറബിക്കടലിൽ പതിക്കുന്ന ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് ഇടമലയാർ, മുതിരപ്പുഴ. തെറ്റായ പ്രസ്താവനയാണ്. ഓപ്ഷൻ ബി ആണ് കറുപ്പിക്കേണ്ടത്. 2 മാത്രമാണ് തെറ്റായിട്ട് ഇവിടെ തന്നിട്ടുള്ളത്. ഇടമലയാർ, മുതിരപ്പുഴ എന്നിവ പെരിയാറിന്റെ പോഷക നദികളാണ്. ഭാരതപ്പുഴയുടെ പോഷക നദിയല്ല എന്നുകൂടി ഓർത്തിരിക്കുക. 45ാമത്തെ ചോദ്യം. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ജലവൈദ്യുത പദ്ധതികളെക്കുറിച്ച് തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം കാനഡ. തെറ്റാണ്. അതുപോലെ തന്നെ മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി. തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് ശരി കറുപ്പിക്കേണ്ടത്. 2ഉം 3ഉമാണ് തെറ്റായിട്ട് ഇവിടെ തന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം 46ാമത്തെ ചോദ്യം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ വെച്ചിട്ടുള്ള തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. നോക്കാം. 1ാമത്തെ പ്രസ്താവന നോക്കിയേ. നെല്ലിക്കാംപെട്ടി ഗെയിം സാഞ്ചുറി എന്ന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. തെറ്റാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ്. തെറ്റാണ്. ഓപ്ഷൻ എ
1ഉം 3ഉമാണ് ഇവിടെ തെറ്റായിട്ട് തന്നിട്ടുള്ള പ്രസ്താവനകൾ. 1ഉം 3ഉം. പറമ്പിക്കുളം വന്യജീവി സങ്കേതം അറിയപ്പെട്ടിരുന്നത് സുങ്കം റേഞ്ച് എന്താണ്? അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടുവകൾ കാണപ്പെടുന്നത് വയനാട് വന്യജീവി സങ്കേതത്തിലാണ്. തെന്മല എക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. ഇനി അറിയപ്പെടേണ്ട മറ്റു കാര്യങ്ങളാണ് നമ്മുടെ വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആനയാണെന്നുള്ളത് ഓർത്തിരിക്കുക. എക്കോ ടൂറിസം നമ്മൾ പറഞ്ഞല്ലോ, PSC പരീക്ഷകളിൽ സ്ഥിരം കാണുന്നതാണ്. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനുകൾ നോക്കിയിട്ട് വേണം നിങ്ങൾ പോകാൻ. എക്കോ ടൂറിസം, തെന്മല എക്കോ ടൂറിസം പദ്ധതി ചെന്തുരുണി വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 47ാമത്തെ ചോദ്യം, കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയ ഉദ്യാനമാണ് ഇരവികുളം ദേശീയ ഉദ്യാനം. ശരിയാണ്. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനമാണ് പാമ്പാടുംചോല. ശരിയാണ്. തന്നിട്ടുള്ള 3 പ്രസ്താവനകളും ശരിയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് കറുപ്പിക്കേണ്ടത്. എല്ലാം ശരിയാണ് എന്നത്. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായി ഇരവികുളം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനമാണ് പാമ്പാടുംചോല. അടുത്തത് 48ാമത്തെ ചോദ്യം, കേരളത്തിലെ മത്സ്യബന്ധനവുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. 1. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം മത്തിയാണ്. തെറ്റാണ്. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ 4ാമത്തെ പ്രസ്താവന ഒന്ന് ശ്രദ്ധിക്കുക. കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാല തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. ഇത് തെറ്റാണ്. തിരുവനന്തപുരത്തല്ല സ്ഥിതി ചെയ്യുന്നത്, കൊച്ചിയിലെ പനങ്ങാടാണെന്ന് ഓർത്തിരിക്കുക. കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്, എറണാകുളം ജില്ലയിൽ. അപ്പം 1ഉം 4ഉമാണ് കേരളത്തിലെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവനകൾ. 1ഉം 4ഉം. ഓപ്ഷൻ എ ആണ് കറുപ്പിക്കേണ്ടത്. അടുത്തത് 49ാമത്തെ ചോദ്യം, ഗോദവർമ്മരാജയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരള സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപക പ്രസിഡന്റ്. ശരിയാണ്. ഒക്ടോബർ 13 ഇദ്ദേഹത്തിന്റെ ജന്മദിനമായി കേരള സർക്കാർ സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നു. ശരിയാണ്. അടുത്തത്, കേരള വിനോദസഞ്ചാരത്തിന്റെ പിതാവ്. ശരിയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വികസനത്തിന് വേണ്ടി യത്നിച്ചു. ശരിയാണ്. തന്നിട്ടുള്ള എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് കറുപ്പിക്കേണ്ടത്. അടുത്തത് 50ാമത്തെ ചോദ്യം, ഒളിമ്പിക്സും കേരളവും സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ഒളിമ്പിക്സും കേരളവും ആയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ 2ാമത്തെ പ്രസ്താവന നോക്കിക്കേ. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന 2ാമത്തെ മലയാളി PR ശ്രീജേഷ്. അതുപോലെ തന്നെ KT ഇർഫാൻ ടോക്കിയോ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിന്റെ റേസ് വാക്കിംഗ് ഇനത്തിൽ യോഗ്യത നേടി. ശരിയാണ്. ഓപ്ഷൻ ബി 2ഉം 3ഉമാണ് കറുപ്പിക്കേണ്ടത്. അടുത്തത് 51ാമത്തെ ചോദ്യം, മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1947 മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. ശരിയാണ്. അതുപോലെ തന്നെ 1959 വിമോചന സമരത്തിന് നേതൃത്വം നൽകി. ശരിയാണ്. അടുത്തത്, ഭാരത കേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. ശരിയാണ്. ഇത് ഇത്രയും ശരിയാണ്. ഓപ്ഷൻ എ 1ഉം 2ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭനല്ല. ഉത്തരം സി കേശവനാണ്. സി കേശവനാണ് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് 4ാമത്തെ പ്രസ്താവന തെറ്റിപ്പോയത്. അടുത്ത ചോദ്യം, ാണ് ചോദ്യം നമ്പർ. കുമാരഗുരുവിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 4ാമത്തെ പ്രസ്താവന ഒന്ന് ശ്രദ്ധിക്കുക. ക്രിസ്തീയ സമുദായത്തിൽ നിന്നുകൊണ്ട് ജാതീയ ഉച്ചനീചത്വങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു. 4ാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. ഓപ്ഷൻ ഡി ആണ് കറുപ്പിക്കേണ്ടത്. 53ാമത്തെ ചോദ്യം, VT ഭട്ടതിരിപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. VT ഭട്ടതിരിപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകൾ. നാനാജാതി മതസ്ഥർ ഒന്നിച്ചു താമസിക്കുന്ന
കൊടമുണ്ട കോളനി എന്ന ആശയം ശരിയാണ്. ഘോഷ പരിഷ്കരണം ശരിയാണ്. വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചു ശരിയാണ്. മിശ്ര വിവാഹത്തിന് തുടക്കം കുറിച്ചു ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത് നോക്കാം. 54-ാമത്തെ ചോദ്യം. പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ കണ്ടെത്തുക. പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ കണ്ടെത്തുക. അരയ സമുദായം, ജ്ഞാനോദയ സഭ, കൊച്ചി പുലയ മഹാസഭ. 2, 3, 4. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 2, 3, 4. സമത്വ സമാജം സ്ഥാപിച്ചത്, ഒന്നാമത് ഇവിടെ തന്നിട്ടുള്ള സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്, പണ്ഡിറ്റ് കറുപ്പൻ അല്ല. വൈകുണ്ഠസ്വാമികൾ 1836 സമത്വ സമാജം സ്ഥാപിച്ചത്. അടുത്തത് 55-ാമത്തെ ചോദ്യം. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വസ്തുതകളുടെ ശരിയായ ജോഡി കണ്ടെത്തുക. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുതകളുടെ ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നിട്ടുള്ളതിൽ നമുക്ക് നോക്കാം. അരുവിപ്പുറം പ്രതിഷ്ഠ 1888 ടാഗോറിന്റെ സന്ദർശനം 1922 അതുപോലെ തന്നെ ഗാന്ധിജിയുടെ സന്ദർശനം 1925 ഗുരുവിന്റെ സമാധി 1928 ഓപ്ഷൻ സി ആണ് കറുപ്പിക്കേണ്ടത്. ഓപ്ഷൻ സി ആണ് കറുപ്പിക്കേണ്ടത്. അടുത്തത് 56-ാമത്തെ ചോദ്യം. ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. 1892 സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചു. ശരിയാണ്. എറണാകുളത്ത് വെച്ചിട്ടാണ് സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചത്. അടുത്തത് നോക്കാം. രണ്ടാമതായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് ചട്ടമ്പി സ്വാമികൾ രചിച്ച നവമഞ്ജരി ശ്രീനാരായണ ഗുരുവിന് സമർപ്പിച്ചു. ഇത് തെറ്റായ പ്രസ്താവനയാണ്. 2. കാരണം എന്താ? നവമഞ്ജരി എന്ന കൃതി രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. അത് അദ്ദേഹം സമർപ്പിച്ചത് ചട്ടമ്പി സ്വാമികൾക്കാണ്. അതിനാലാണ് രണ്ടാമത്തെ പ്രസ്താവന തെറ്റിയത്. 3 നോക്കാം. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ എന്നിവരുടെ ഗുരുവായിരുന്നു തൈക്കാടയ്യ ഗുരു. ശരിയാണ്. അതുകൊണ്ട് തന്നെ 1ഉം 3ഉമാണ് ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് ഉള്ള ഉത്തരം. 57-ാമത്തെ ചോദ്യം. അയ്യങ്കാളിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1937 അയ്യങ്കാളി സന്ദർശിച്ച ഗാന്ധിജി അദ്ദേഹത്തെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചു. ശരിയാണ്. അതുപോലെ തന്നെ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. ശരിയാണ്. ഓപ്ഷൻ ബി 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി വില്ലുവണ്ടി സമരം നടന്നത് 1893 അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവന തെറ്റാണെന്ന് കൂടി ഓർത്തിരിക്കുക. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് 1907 ഓർത്തിരിക്കുക. 58-ാമത്തെ ചോദ്യം. തിരുവിതാംകൂറിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ എഴുതുക. 1932 സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായം ചേർന്ന് നിവർത്തന പ്രക്ഷോഭം. ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഓപ്ഷൻ സി ആണ് കറുപ്പിക്കേണ്ടത്. 3 മാത്രം എന്നത്. മലയാളി മെമ്മോറിയൽ GP പിള്ളയുടെ നേതൃത്വത്തിലാണ് നടന്നത് 1891. ഇനി ഈഴവ മെമ്മോറിയൽ 1896 ഡോക്ടർ പൽപുവിന്റെ നേതൃത്വത്തിലാണ് നടന്നതെന്ന് കൂടി ഓർത്തിരിക്കുക. 1ഉം 2ഉം തെറ്റാനുള്ള കാരണമാണ് പറഞ്ഞു തന്നത്. അടുത്തത് 59-ാമത്തെ ചോദ്യം. അക്കാമ ചെറിയാനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നു. തിരുവനന്തപുരത്തെ ജവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നു. അക്കാമ ചെറിയാന്റെ ആത്മകഥ ജീവിതം ഒരു സമരം. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്നതാണ് ഉത്തരം. 60-ാമത്തെ ചോദ്യം. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച് ശരിയായ ജോഡി കണ്ടെത്തുക. തന്നിട്ടുള്ളതിൽ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളും അവരുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളുമുണ്ട്. ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ സി. ഇനി 61-ാമത്തെ ചോദ്യം.
ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജന്റെ എത്ര ശതമാനം നൽകുന്നു? ഉത്തരം ഓപ്ഷൻ ബി 20%. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ് ആമസോണ്. ഭൂമിയുടെ ശ്വാസകോശം എന്നാണിത് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, 62ാമത്തെ ചോദ്യം. സ്പോട്സ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏതു വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം ഓപ്ഷൻ എ റിക്കറ്റ്സിയ. ഓപ്ഷൻ എ റിക്കറ്റ്സിയ. ഈ രോഗം പ്രധാനമായും പകരുന്നത് ചെള്ളുകൾ വഴിയാണ്. ഇതിനെ റോക്കി മൗണ്ടൻ സ്പോട്ട് ഫീവർ എന്നും വിളിക്കാറുണ്ട്. 63ാമത്തെ ചോദ്യം. മനുഷ്യരിലെ നൈട്രോജനിക് വിസർജ്യ പദാർത്ഥങ്ങളെ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ്? ഉത്തരം ഓപ്ഷൻ ഡി കരൾ. ഓപ്ഷൻ ഡി കരൾ. കരൾ യൂറിയ നിർമ്മിക്കുന്നുവെങ്കിലും രക്തത്തിൽ നിന്നും ഇത് അരിച്ചെടുത്ത് പുറന്തള്ളുന്നത് വൃക്കകളാണ്. അമോണിയയെ യൂറിയയാക്കി മാറ്റുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഒർണിത്തൻ സൈക്കിൾ എന്ന്. 64ാമത്തെ ചോദ്യം. ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏതു മൂലകത്തിന്റെ അഭാവം ഉണ്ടാക്കുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ നൈട്രജൻ. ഓപ്ഷൻ എ നൈട്രജൻ. നൈട്രജൻ കുറഞ്ഞ ചതുപ്പു നിലങ്ങളിൽ വളരുന്നതിനാൽ ആ കുറവ് പരിഹരിക്കാനാണ് അവ പക്ഷികളെ സംരക്ഷിക്കുന്നത്. ഉദാഹരണത്തിന് പറഞ്ഞാൽ നെപ്പന്തസ് ഒരു ഉദാഹരണമാണ്. 65ാമത്തെ ചോദ്യം. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിന്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്? ഉത്തരം ഓപ്ഷൻ സി ജലം. ഓപ്ഷൻ സി ജലം. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ജലതന്മാത്രകൾ വിഘടിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഫോട്ടോപോളിസിസ് എന്ന്. അടുത്ത ചോദ്യം 66ാമത്തെ ചോദ്യമാണ്. കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ടൈഫോയിഡ്. കുടിവെള്ളത്തിലൂടെ പകരുന്നത് ടൈഫോയിഡ് എന്ന രോഗമാണ്. സാൽമൊണല്ല ടൈഫി എന്ന ബാക്ടീരിയയാണ് ഇതിന് കാരണമാകുന്നത് കൂടി ഓർത്തിരിക്കുക. 67ാമത്തെ ചോദ്യം. കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി തട്ടേക്കാട്. ഓപ്ഷൻ ബി തട്ടേക്കാട്. എറണാകുളം ജില്ലയിലെ തട്ടേക്കാട് പക്ഷി സങ്കേതം ഡോക്ടർ സലീം അലിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ കടലുണ്ടിയും ദേശാടന പക്ഷികൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ്. അടുത്ത ചോദ്യം 68ാമത്തെ ചോദ്യം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഉത്തരം ഓപ്ഷൻ ഡി തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്താണിത് സ്ഥിതി ചെയ്യുന്നത്. 69ാമത്തെ ചോദ്യം. സങ്കരയിനം നെല്ലിന് ഉദാഹരണം ഏതാണ്? സങ്കരയിനം നെല്ലിന് ഉദാഹരണം ഓപ്ഷൻ ബി അന്നപൂർണ. ഓപ്ഷൻ ബി അന്നപൂർണയാണ്. ജ്യോതി, ഭാരതി, പവിത്ര തുടങ്ങിയവയും പ്രധാന സങ്കരയിനം നെല്ലിനങ്ങളാണ്. അനാമിക എന്നത് വെണ്ടയുടെ സങ്കരയിനമാണ്. 70ാമത്തെ ചോദ്യം. പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ? ഉത്തരം ഓപ്ഷൻ എ റൈസോബിയം. ഓപ്ഷൻ എ റൈസോബിയം. ഇത് സസ്യവുമായി ചേർന്ന് ഒരു സിംബോട്ടിക് ബന്ധത്തിലാണ് കഴിയുന്നത്. വേരുകളിലെ മുഴകളിലാണിവ കാണപ്പെടുന്നത്. ആറ്റത്തെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. അവയിൽ ശരിയായവ കണ്ടെത്തുക. ആറ്റത്തിന് കൂടുതൽ ഭാഗവും ശൂന്യമാണ്. ശരിയാണ്. അതുപോലെ തന്നെ ആറ്റത്തെ വൈദ്യുതപരമായി നിർവീര്യമാണ്. ശരിയാണ്. അതുപോലെ തന്നെ നോക്കാം അടുത്ത പ്രസ്താവന. എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസ് ഒരേ സാന്ദ്രതയാണ്. ശരിയാണ്. ഓപ്ഷൻ ബി 1, 2, 4 ശരിയായ പ്രസ്താവനകൾ. ആറ്റത്തിന്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ് എന്ന് കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ്. അതുപോലെ തന്നെ ആറ്റം വൈദ്യുതപരമായ നിക്ഷിപ്തമാണെന്ന്, അതായത് പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമാണെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് 4ാമത്തെ പ്രസ്താവന. ആറ്റത്തിന്റെ എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണ്. ഇതും ശരിയായിട്ടുള്ളതാണ്. ഇതിൽ 3ാമത്തേതാണ് തെറ്റായ പ്രസ്താവന. എന്താണ്? ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല എന്നത് ഡാൾട്ടന്റെ സിദ്ധാന്തമായിരുന്നുവെങ്കിലും ആധുനിക പഠനങ്ങൾ പ്രകാരം ആറ്റം വിഭജന യോഗ്യമാണെന്നാണ് പറയുന്നത്. അടുത്തത് 72ാമത്തെ ചോദ്യം. 72ാമത്തെ ചോദ്യം PSC ഫൈനൽ ആൻസർ കീ പ്രകാരം ക്യാൻസൽ ചെയ്താണ്. നമുക്ക് 73ാമത്തെ ചോദ്യം നോക്കാം. 73ാമത്തെ ചോദ്യം. മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുത്തെഴുതുക. ത്രികങ്ങൾ കണ്ടെത്തിയത് ആരാണ്? ത്രികങ്ങൾ കണ്ടെത്തിയത് ഡൊബൈനർ ആണ്. അഷ്ടകങ്ങൾ കണ്ടെത്തിയത് ന്യൂസിലാൻഡ് ആണ്. അതുപോലെ തന്നെ ആറ്റോമിക ഭാരം അടിസ്ഥാനമാക്കിയ പീരിയോഡിക് ടേബിൾ ആരുടേതാണ്? മെൻഡലീവിൻ്റെ ആണ്.
അതുപോലെ തന്നെ ആറ്റോമിക നമ്പർ അടിസ്ഥാനമാക്കിയുള്ള പീരിയോഡിക് ടേബിള് മോസ്ലിയുടെയാണ്. ആധുനിക പീരിയോഡിക് ടേബിളിന്റെ പിതാവാണ് മോസ്ലി. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഓപ്ഷൻ സി. അടുത്തത് 74-ാമത്തെ ചോദ്യം. ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തുവെക്ക് വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ ആ തീക്കൊള്ളി അണയുകയും വാതകം വലിയ ശബ്ദത്തോടെ കത്തുകയും ചെയ്തു. ഏതാണ് വാതകം? ഉത്തരം ഓപ്ഷൻ എ ഹൈഡ്രജൻ. ഓപ്ഷൻ എ ഹൈഡ്രജൻ ആണ് ഉത്തരം. ഹൈഡ്രജൻ കത്തുമ്പോൾ പോപ്പ് എന്ന ശബ്ദം ഉണ്ടാകുന്നുണ്ട്. ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകമാണ്. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് തീ അണയ്ക്കാനാണ് ഉപയോഗിക്കുന്നത്, വാതകം കത്തിക്കുന്നില്ല. നൈട്രജൻ ആണെങ്കിൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകമാണ്. അടുത്ത ചോദ്യം 75-ാമത്തെ ചോദ്യം. ചില ആസിഡുകളുടെ ഉപയോഗങ്ങൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ തെറ്റായ ജോഡി ചേർത്തിരിക്കുന്നത് കണ്ടെത്തുക. അസറ്റിക് ആസിഡ് രാസവളങ്ങളുടെ നിർമ്മാണം. ഇതാണ് തെറ്റായ ജോഡി. അസറ്റിക് ആസിഡ് പ്രധാനമായും വിനാഗിരി നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത്. രാസവള നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് എന്നിവയാണ്. ഓപ്ഷൻ സി ആണ് കറുപ്പിക്കേണ്ടത്. 76-ാമത്തെ ചോദ്യം. സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ അൾട്രാസോണിക്. സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏതാണ്? അൾട്രാസോണിക് ആണ്. കടലിന്റെ ആഴം അളക്കാനും മുങ്ങിക്കപ്പലുകളെ കണ്ടെത്താനും സോണാർ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ 20,000 ഹെർട്സിന് മുകളിലുള്ള ശബ്ദ തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. 77-ാമത്തെ ചോദ്യം. ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനം മൂലമുണ്ടാകുന്ന ഊർജം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി സ്ഥിതികോർജം. ഓപ്ഷൻ സി സ്ഥിതികോർജം. ഒരു വസ്തുവിന് ചലനം മൂലം ലഭിക്കുന്നത് ഗതികോർജമാണെന്നും ഓർത്തിരിക്കുക. 78-ാമത്തെ ചോദ്യം. പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിന്റെ പേരാണ് പ്രകീർണനം. ഓപ്ഷൻ ബി പ്രകീർണനം. മഴവില്ലുണ്ടാകാൻ പ്രധാന കാരണം പ്രകാശത്തിന്റെ പ്രകീർണനമാണ്. ഐസക് ന്യൂട്ടൻ ആണ് ഇത് കണ്ടെത്തിയത്. അടുത്തത് 79-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഊഷ്മാവിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി പാസ്കൽ. ഓപ്ഷൻ ഡി പാസ്കൽ എന്നാണ്. പാസ്കൽ എന്നത് മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ്. സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ എന്നിവ ഊഷ്മാവിന്റെ യൂണിറ്റുകളാണ്. ഇനി 80-ാമത്തെ ചോദ്യം. ഒരു വസ്തുവിന്റെ യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരം. ഉത്തരം ഓപ്ഷൻ ഡി പ്രവേഗം. ഓപ്ഷൻ ഡി പ്രവേഗമാണ്. യൂണിറ്റ് സമയത്തിൽ സഞ്ചരിച്ച ദൂരമാണ് വേഗം. പ്രവേഗം അളക്കാനായിട്ട് വെക്ടർ അളവായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പ്രവേഗത്തെ വെക്ടർ അളവായിട്ടാണ് കണക്കാക്കുന്നത്. അടുത്ത ചോദ്യം 81-ാമത്തെ ചോദ്യമാണ്. 81-ാമത്തെ ചോദ്യം മാത്സിന്റെ ചോദ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ വളരെ എളുപ്പത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ചെയ്തു കൊടുക്കാത്തത്. ബാക്കിയെല്ലാം തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഞാൻ ചെയ്തു തരുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും പറയാം, മറ്റൊരു മെത്തേഡിൽ പറഞ്ഞു തരുന്നതായിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്. നമുക്ക് 81-ാമത്തെ ചോദ്യം നോക്കാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതുമാണ്. 81-ാമത്തെ ചോദ്യം. ഏതു സംഖ്യയുടെ 40% 32? ഏതു സംഖ്യയുടെ 40% 32? വളരെ സിമ്പിൾ ആണ്. സംഖ്യയെ നമുക്കിവിടെ എക്സ് എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ 40% എന്ന് പറയുന്നത് എങ്ങനെ എഴുതും? എക്സ് ഇൻറ്റു 40/100. അതെന്ന് പറഞ്ഞാൽ എത്രയാന്ന് പറഞ്ഞു? 32 പറഞ്ഞു. ഇതിൽ നിന്ന് എക്സിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ 32 × 100 ഡിവൈഡഡ് ബൈ 40. ഉത്തരം 80 എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. 80 ആണ് ഉത്തരം. എളുപ്പത്തിലാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്തത് 82-ാമത്തെ ചോദ്യം. 14-ന്റെയും 16-ന്റെയും ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? 14-ന്റെയും 16-ന്റെയും ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ കണ്ടെത്തേണ്ടത് LCM ആണ്. 14-ന്റെയും 16-ന്റെയും LCM എടുത്ത് നോക്കിയാൽ മതി. ഉത്തരം നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ സി 112. ഓപ്ഷൻ സി 112. 14-ന്റെയും 16-ന്റെയും LCM ഇവിടെ എടുത്തു നോക്കിയാൽ മതി. LCM കാണാൻ അറിയാമല്ലോ, വളരെ എളുപ്പമാണ്. 14-ന്റെയും 16-ന്റെയും ലഘു ഗുണം അഥവാ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് നമുക്ക് 83-ാമത്തെ ചോദ്യം നോക്കാം. 2 3/4 പ്ലസ് 1 1/2 പ്ലസ് 2 1/4 മൈനസ് 3 1/2. ഇത് ചെയ്ത് കിട്ടുമ്പോൾ ഉത്തരം എത്രയാണെന്നാണ് ചോദ്യം. ഇവിടെ നമ്മൾ കണക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നിട്ടുള്ള പൂർണ്ണസംഖ്യകളെ തമ്മിൽ കൂട്ടുക. തന്നിട്ടുള്ള പൂർണ്ണസംഖ്യകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ 2 1 2 3 ഇവയുടെ
അഡീഷൻ ആണ് ഇവിടെ ആദ്യം ചെയ്യേണ്ടത്. നോക്കുക, 2 പ്ലസ് 1 പ്ലസ് 2 മൈനസ് 3. മനസ്സിലായല്ലോ? ഇവിടെ നോക്കുക, ആദ്യം തന്നിട്ടുള്ളതിൽ പൊതുവായിട്ടുള്ള പൂർണ്ണസംഖ്യകൾ ആദ്യം കൂട്ടി നോക്കുക. കൂട്ടാനാണേലും ഗുണിക്കാനാണേലും ചിഹ്നം നോക്കി നമ്മൾ ചെയ്യുക. 2 പ്ലസ് 1 പ്ലസ് 2 മൈനസ് 3, ഉത്തരം നമുക്ക് 2 എന്ന് കിട്ടും. അതിൻ്റെത് കിട്ടി. ഇനി നമുക്ക് ഈ ഭിന്നസംഖ്യകളെ കൂട്ടുകയോ കുറയ്ക്കുകയോ ആണ് ചെയ്യേണ്ടത്. ആദ്യം 3/4 പ്ലസ് ചെയ്യേണ്ടത് ഏതുണ്ട്? 1/4. കാരണം ഛേദങ്ങൾ രണ്ടും ഒരുപോലെയാണ്. ഒരുപോലെയുള്ള ഛേദങ്ങൾ ഒന്നിച്ചിട്ടാണ് നമ്മൾ കൂട്ടുന്നത്. അപ്പം 3/4 പ്ലസ് 1/4 പ്ലസ് എന്താണ് ചെയ്യേണ്ടത്? 1/2 1/2 നിന്നും 1/2 കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ നമുക്ക് 1 എന്ന് ഉത്തരം കിട്ടും. ഇനി എന്ത് ചെയ്യണം? പൂർണ്ണസംഖ്യകൾ കൂട്ടിയപ്പോൾ കിട്ടിയ ഉത്തരവും രണ്ടാമത് ഭിന്നസംഖ്യകൾ കൂട്ടിയപ്പോൾ കിട്ടിയ ഉത്തരവും തമ്മിൽ കൂട്ടുക. ഉത്തരം 3 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 84ാമത്തെ ചോദ്യം, 600ന്റെ 8% എത്രയെന്നാണ് ചോദ്യം. എങ്ങനെ കണ്ടുപിടിക്കും? 600 × 8/100 48. ഉത്തരം ഓപ്ഷൻ സി 48. ചെയ്യേണ്ട വിധം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് നോക്കാം. 85ാമത്തെ ചോദ്യം ഇതാണ്. ഒരു സമചതുരത്തിന്റെ വിസ്തീർണം 64 ചതുരശ്ര സെന്റിമീറ്റർ ആയാൽ വശത്തിന്റെ നീളം എത്ര എന്നാണ്. സമചതുരത്തിന്റെ വിസ്തീർണത്തിന് നമുക്ക് എ സ്ക്വയർ എന്ന് പറയുന്നു. ഇവിടെ എ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ എന്ന് പറയുന്നത് 64 ആണ്. അപ്പൊ വശത്തിന്റെ നീളം എ ആണ്. വശത്തിന്റെ നീളം എങ്ങനെ കാണും? എ എന്ന് പറയുന്നത് √64 കിട്ടും. ഉത്തരം 8 എന്ന് കിട്ടും. ഓപ്ഷൻ എ 8 ആണ് കിട്ടുന്നത്. അടുത്തത് 86ാമത്തെ ചോദ്യം. 0.45 എന്ന ദശാംശ സംഖ്യയുടെ ഭിന്നസംഖ്യാ രൂപം എഴുതുക. 0.45 എന്ന ദശാംശ സംഖ്യയുടെ ഭിന്നസംഖ്യാ രൂപം എങ്ങനെ എഴുതണം? 0.45നെ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ദശാംശ സ്ഥാനം മാറ്റാനാണ് നോക്കേണ്ടത്. അതിനെന്താണ് ചെയ്യേണ്ടത്? 45/100 പറയുന്നതല്ലേ 0.45. ഇതിനെ നമ്മൾ ചെറുതാക്കിയാൽ മതി. ഉത്തരം നമുക്ക് 9/20 എന്ന് കിട്ടും. വളരെ ബേസിക് ആയിട്ടുള്ളതാ. 9/20 എന്നാണ് ഉത്തരം കിട്ടുന്നത്. അടുത്തത് നോക്കാം. 87ാമത്തെ ചോദ്യം. 0.3 പ്ലസ് 0.32 പ്ലസ് 2.13 എത്ര? വളരെ എളുപ്പമാണ്. ദശാംശ സ്ഥാനങ്ങൾ ഒരുപോലെ ഇടുക, ഒരുപോലെ ക്രമീകരിച്ചിട്ട് അതിനെ തമ്മിൽ കൂട്ടുക. ഉത്തരം നമുക്ക് 2.75 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് 2.75 എന്ന് കിട്ടും. ഇവിടെ തന്നിട്ടുള്ള ദശാംശ സ്ഥാനങ്ങൾ ക്രമീകരിക്കുക. ഉത്തരം 2.75 എന്ന് കിട്ടും. 88ാമത്തെ ചോദ്യം. സുധീർ ഒരു അലമാര 13,600 രൂപയ്ക്ക് വാങ്ങി. യാത്രാ ചെലവ് 400 രൂപ. അയാൾ അലമാര 16,800 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? ഇവിടെ നമ്മൾ ആദ്യം തന്നെ കണ്ടെത്തേണ്ടത് ലാഭശതമാനം കാണാനുള്ള ഇക്വേഷൻ ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100 എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് സുധീറിന് ലഭിച്ച ലാഭം എത്രയാണെന്ന് അറിയണം. അതിന് ആദ്യം വാങ്ങിയ വില നമുക്കറിയണം. 13,600 രൂപയ്ക്ക് അലമാര വാങ്ങിയെങ്കിലും 400 രൂപ ചെലവും കൂടെ ആയി. യാത്രാ ചെലവ് 400 രൂപയായി. അതും കൂടി ഇതിന്റെ കൂടെ കൂട്ടുമ്പോൾ വാങ്ങിയ വില നമുക്ക് കിട്ടും. എത്രയാ? 14,000 രൂപയെന്ന് കിട്ടും. സുധീർ ആ അലമാരി എത്തിച്ചപ്പോൾ തന്നെ എത്ര, അല്ലെ കടയിൽ എത്തിച്ചപ്പോൾ തന്നെ 13,600 രൂപ അലമാരിയുടെ വിലയും അത് കൊണ്ടുവന്ന യാത്രാ ചെലവ് 400 കൂടായി 14,000 രൂപ വാങ്ങിയ വിലയായിട്ട് മാറ്റി. ഇനി വിറ്റത്, സുധീർ അലമാര വിറ്റത് 16,800 രൂപയ്ക്കാണ്. അപ്പൊ ലാഭം കണ്ടുപിടിക്കാം. ലാഭം എങ്ങനെ കണ്ടുപിടിക്കാം? വിറ്റ വില മൈനസ് വാങ്ങിയ വില ചെയ്യുമ്പം 2,800 രൂപയാണ് സുധീറിന് ആ അലമാരി വിറ്റപ്പോൾ കിട്ടിയത്. ലാഭവും കിട്ടി. ലാഭം കിട്ടിയെങ്കിൽ ലാഭശതമാനം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? ലാഭശതമാനം ഈസ് ഈക്വൽ ടു ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ലാഭം എത്ര? 2,800 രൂപ. വാങ്ങിയ വില 14,000 ഇൻറ്റു 100. ഉത്തരം 20% എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി 20% ഉത്തരം. അടുത്ത ചോദ്യം 89ാമത്തെ ചോദ്യം നോക്കാം. 5 ക്രിക്കറ്റ് മത്സരങ്ങളിൽ നിന്നും സാം നേടിയ റണ്ണുകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. 98, 105, 22, 65, 75. സാമിന്റെ ശരാശരി റൺ എത്രയെന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ആണ്.
ശരാശരി കാണാനുള്ള ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ശരാശരി കാണാനുള്ള ഇക്വേഷൻ തുക ബൈ എണ്ണമാണ്. തുക എന്ന് പറയുന്നത് എന്താണ്? ഈ തന്നിട്ടുള്ള ഈ ഫുൾ റൺസ്, അതായത് 5 ക്രിക്കറ്റിൽ കളിച്ച റൺസ് ആണ്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 365 എന്ന് കിട്ടും. 365. അപ്പൊ ടോട്ടൽ 5 കളികളിൽ സാം എത്ര? 365 റണ്ണ് നേടിയിട്ടുണ്ട്. ഇനി ശരാശരി കാണാൻ തുക ബൈ എണ്ണം. തുക കിട്ടി 365. എണ്ണം എന്ന് പറയുന്നത് എന്താണ്? 5 ക്രിക്കറ്റ് മത്സരങ്ങൾ എന്നാണ് പറഞ്ഞത്. ഡിവൈഡഡ്, അപ്പൊ 365 ഡിവൈഡഡ് ബൈ 5. ഉത്തരം നമുക്ക് എത്ര കിട്ടും? 73. ഓപ്ഷൻ എ 73 എന്ന് കിട്ടും. ശരാശരി കാണാനുള്ള ഇക്വേഷൻ തുക ബൈ എണ്ണമാണ്. ബേസിക് ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 90ാമത്തെ ചോദ്യം. സാന്ദ്ര 1 സെക്കൻഡ് കൊണ്ട് സൈക്കിൾ 2 മീറ്റർ ദൂരം ചവിട്ടുമെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം ചവിട്ടും? 1 സെക്കൻഡിൽ 2 മീറ്റർ ചവിട്ടി. അപ്പൊ 2 മിനിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. അപ്പൊ 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 120 സെക്കൻഡ് ആണ്. അപ്പൊ നമുക്ക് ആകെ എത്ര ദൂരം കിട്ടും? 120. 2 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം ചവിട്ടുമെന്ന് ചോദിച്ചാൽ, അപ്പൊ 120 സെക്കൻഡ് കൊണ്ട് എത്ര? 240 മീറ്റർ ചവിട്ടും. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് 91ാമത്തെ ചോദ്യം. കൂട്ടത്തിൽ പെടാത്തത് ഏത്? തന്നിട്ടുള്ളതില് ചതുരം, സമചതുരം, ത്രികോണം, സാമാന്തരികം. ഇതില് കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ സി ത്രികോണമാണ്. കാരണം എന്താണ്? ചതുരം, സമചതുരം, സാമാന്തരികം എന്നിവയ്ക്ക് 4 വശങ്ങളാണുള്ളത്. എന്നാൽ ത്രികോണത്തിന് മാത്രം 3 വശങ്ങളാണ് ഉള്ളത്. അടുത്തത് 92ാമത്തെ ചോദ്യം. PSC ഫൈനൽ ആൻസർ കീ പ്രകാരം ക്യാൻസൽ ചെയ്താണ്. അടുത്തത് നോക്കാം. 93ാമത്തെ ചോദ്യം. 21 + 16 ഭാഗം 2 × 4 - 5 ബോഡ് മാസ് പ്രകാരം ചെയ്യുക. ഉത്തരം നമുക്ക് ഓപ്ഷൻ ബി 48 എന്ന് കിട്ടും. അടുത്തത് 94ാമത്തെ ചോദ്യമാണ്. ഒറ്റയാനെ കണ്ടെത്തുക. തന്നിട്ടുള്ളതിൽ 2, 5, 7, 8 എന്നാണ് തന്നിട്ടുള്ളത്. ഒറ്റയാൻ ഇതിൽ 8 ആണ്. കാരണം എന്താണ്? 2, 5, 7 എന്നിവ അഭാജ്യ സംഖ്യകളാണ്. 8 ഒരു ഭാജ്യസംഖ്യയാണ്. 95ാമത്തെ ചോദ്യം. അമ്മയുടെയും മകളുടെയും വയസ്സുകളുടെ തുക 56 ആണ്. 4 വർഷം കഴിഞ്ഞാൽ അമ്മയുടെ വയസ്സ് മകളുടെ വയസ്സിന്റെ 3 ഇരട്ടിയാകും. ഇപ്പോൾ അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അമ്മയുടെയും മകളുടെയും വയസ്സുകളുടെ തുക 56. 4 വർഷം കഴിയുമ്പോൾ അമ്മയുടെ വയസ്സ് മകളുടെ വയസ്സിന്റെ 3 ഇരട്ടിയാകും. ഇപ്പോൾ അമ്മയുടെ വയസ്സ് എത്ര എന്നാണ് ചോദ്യം. ഇവിടെ മകളുടെ വയസ്സ് നമ്മൾ x എന്ന് എടുത്തു. അപ്പൊ നമുക്ക് അമ്മയുടെ വയസ്സ് കിട്ടും. എങ്ങനെ കിട്ടും? 56 - x. എന്തിനാണ് 56 - x ഇട്ടത്? കാരണം എന്താ? മകളുടെ വയസ്സ് x ആണെന്ന് പറഞ്ഞു. അമ്മയുടെ വയസ്സ് അറിയത്തില്ല. അമ്മയുടെയും മകളുടെയും വയസ്സുകളുടെ തുക 56 ആണ്. അപ്പൊ 56ൽ നിന്ന് x കുറച്ചാൽ അമ്മയുടെ വയസ്സ് കിട്ടും. ഇനി 4 വർഷത്തിന് ശേഷം, 4 വർഷം എന്ന് പറയുമ്പോൾ അമ്മയ്ക്കും 4 വയസ്സ് കൂടും, മകൾക്കും 4 വയസ്സ് കൂടും. അമ്മയുടെ വയസ്സ് 56 - x + 4 വർഷം കൂടി. ഇനി മകളുടെ വയസ്സ് x + 4. ഈ 3 വന്നത് മകളുടെ വയസ്സിന്റെ 3 ഇരട്ടിയാകും എന്ന് പറഞ്ഞു. അപ്പൊ 3 × x + 4 കിട്ടി. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് x-ന്റെ വാല്യൂ 12 എന്ന് കിട്ടും. 12 കിട്ടിക്കഴിഞ്ഞാൽ x, മകളുടെ വയസ്സ് x ആണെന്ന് പറഞ്ഞു. x 12 ആണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും ഉത്തരം? 56ൽ നിന്ന് x കുറച്ചാൽ എത്ര കിട്ടും? 44. ഓപ്ഷൻ ബി 44 ആണ് ഉത്തരം. ഓപ്ഷൻ ബി 44. 96ാമത്തെ ചോദ്യം. ഏറ്റവും ചെറിയ സംഖ്യ ഏത്? തന്നിട്ടുള്ളത് ദശാംശ സംഖ്യകളാണ്. അതിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്നാണ് ചോദ്യം. ദശാംശ സ്ഥാനങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും ചെറുത് ഏതാണ് ഇതിൽ വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. 0.015 ആണ് ഏറ്റവും ചെറുത്. അറിയാലോ, വളരെ സിമ്പിൾ ആണ്. അടുത്ത 97ാമത്തെ ചോദ്യം. 4ന്റെ ഗുണിതമല്ലാത്ത സംഖ്യ ഏത്? വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. 4ന്റെ ഗുണിതമല്ലാത്ത സംഖ്യ ഏത്? ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു സംഖ്യയുടെ അവസാന 2 അക്കങ്ങൾ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുമെങ്കിൽ ആ സംഖ്യ 4ന്റെ ഗുണിതമായിരിക്കും. ഇവിടെ എന്താണ്? 214നകത്ത് ഈ 14 എന്നുള്ളതിനെ നമുക്ക് 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ 214 ആണ് ഉത്തരം. 4ന്റെ ഗുണിതമല്ലാത്തത് 214 ആണ് ഉത്തരം. ഓപ്ഷൻ എ ബി 214 ആണ്. ഒന്നുകൂടെ പറയാം. ഒരു സംഖ്യയുടെ അവസാനത്തെ 2
അക്കങ്ങൾ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ, 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമെങ്കിൽ അത് 4ന്റെ ഗുണിതമാണ്. ഇവിടെ തന്നിട്ടുള്ള 236ൽ 36നെ നമുക്ക് 4 കൊണ്ട് നിശേഷം ഹരിക്കാം. 48നെയും 4 കൊണ്ട് നിശേഷം ഹരിക്കാം. ഈ ലാസ്റ്റ് വന്നിട്ടുള്ള 264ല് 64നെയും 4 കൊണ്ട് നിശേഷം ഹരിക്കാം. എന്നാൽ 214ൽ ഈ 14നെ നമുക്ക് 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരം പറയാം. ഓപ്ഷൻ ബി 214 ആണ് 4ന്റെ ഗുണിതമല്ലാത്ത സംഖ്യ. അടുത്ത 98ാമത്തെ ചോദ്യം. ഒരു കമ്പ്യൂട്ടർ ലാബിൽ 6 കുട്ടികൾക്ക് 3 കമ്പ്യൂട്ടർ ഉണ്ട്. 24 കുട്ടികൾക്ക് എത്ര കമ്പ്യൂട്ടർ ഉണ്ടാവും? വളരെ സിമ്പിൾ ആണ്. ഉത്തരം ഓപ്ഷൻ എ 12. ഓപ്ഷൻ എ 12. ഓപ്ഷൻ എ 12 ആണ് ഉത്തരം. അടുത്തത് 99ാമത്തെ ചോദ്യം. വലിയ സംഖ്യ ഏത്? തന്നിട്ടുള്ള ഭിന്നസംഖ്യകളിൽ വലുതേത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി 4/5. 4/5. ഭിന്നസംഖ്യകളെ ദശാംശ രൂപത്തിലേക്ക് മാറ്റുക. ഉത്തരം ഓപ്ഷൻ ഡി 4/5. അടുത്തത് 100ാമത്തെ ചോദ്യം ബോർഡ് മാസ് പ്രകാരം ചെയ്യേണ്ടതാണ്. 5 + 4 × 8 - 6 / 6. ഉത്തരം 19/3. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ബോർഡ് മാസ് പ്രകാരം ചെയ്യേണ്ടതാണ്. ഉത്തരം വരുന്നത് 19/3 ആണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 100 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. മാത്സ് വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം, പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായിട്ടിടാം. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക്